കുട്ടികളെ ഈ പുതുതലമുറയെ എപ്പോഴും മതേതരത്വം പഠിപ്പിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് കോത്താരി കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഭാവി ഭാരതം കെട്ടിപ്പടുക്കുന്നത് ഇന്ത്യൻ ക്ലാസ് മുറികളിലാണ്. ആ ക്ലാസ് മുറികളിൽ മതേതര സ്വഭാവം ഉണ്ടായിരിക്കണം. ഒരു സ്കൂളിലെ ക്ലാസ് മുറിക്കകത്ത് ഒരു 40-50 കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ 50 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. വ്യത്യസ്ത ചിന്ത, വ്യത്യസ്ത മതക്കാർ, അവരെ എല്ലാവരെയും കൂടി കോർത്തിണക്കി കൊണ്ടുപോകുന്നതിലാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ നയിക്കുന്നവർക്കുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ അത് ഫലപ്രാപ്തിയിൽ എത്തുന്നുള്ളൂ. പ്രത്യേകിച്ച് താഴ്ന്ന ക്ലാസ്സുകളിൽ അവിടെ കൊടുക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അവസാനം വരെയും നിറഞ്ഞു നിൽക്കുന്നത്. അവരുടെ മനസ്സിലും അവരുടെ പ്രവൃത്തിയിലും അവരുടെ സ്വഭാവത്തിലും ഒക്കെ തന്നെ. ഇതിപ്പോൾ പറയുന്നതിന്റെ മറ്റൊരു കാര്യം, ഇതിപ്പോ ഒരു ഓണക്കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ കേരളീയര് വളരെ സന്തോഷത്തോടുകൂടി ജാതി മതഭേദമില്ലാതെ ആഘോഷിക്കുന്ന ഒന്നാണ്. അതിനകത്ത് ഇത് ഓണം എന്ന് പറയുന്നത് ഹൈന്ദവരുടേതാണ് എന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടില്ല, ക്രിസ്ത്യാനികളുടേതെന്ന് പറഞ്ഞ് മുദ്ര കുത്തപ്പെട്ടിട്ടില്ല, ഇസ്ലാം മതസ്ഥരുടേതെന്ന് പറഞ്ഞ് മുദ്ര കുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്കൂള്, ആ സ്കൂള് പറഞ്ഞറിഞ്ഞെടുത്തോളം അതൊരു അൺഎയ്ഡഡ് സ്കൂളാണ്. സ്വകാര്യ മേഖലയിലെ CBSE സ്കൂളുകളൊക്കെയാണ്. അങ്ങനെയുള്ള സ്കൂളുകളാണല്ലോ കേരളത്തിൽ കൂണ് പോലെ മുളച്ചു പൊന്തി വരുന്നത്. അവർക്ക് യാതൊരു നിയന്ത്രണവും ഒന്നുമില്ല. വിദ്യാഭ്യാസ രംഗത്തുള്ള പാലിക്കേണ്ട ചില ചിട്ടകളൊന്നും തന്നെ അനുസരിക്കാറില്ല. CBSE സ്കൂളുകളിൽ പലയിടത്തും വേണ്ട തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവരെ പോലുമാണ് നിയമിക്കുന്നത്. വിദ്യാഭ്യാസ ചട്ടമുണ്ട്, KER ഉണ്ട്. അതനുസരിച്ച് വേണം ഓരോ വിഷയത്തിനും അധ്യാപകരെ നിയമിക്കുകയും മറ്റും ചെയ്യുന്നത്. CBSE സ്കൂളുകളിൽ അത്തരത്തിലുള്ള ചട്ടമൊന്നും പാലിക്കാറില്ല. ആർക്ക് ഏത് തരത്തിൽ ഇഷ്ടമുള്ള നിയമനവും നടത്താം, ഇഷ്ടമുള്ള രീതിയിലുമാണ് ശമ്പളവും കൊടുക്കുന്നത്. അതിന് അവർക്ക് പ്രത്യേകിച്ച് ഒരു മാനദണ്ഡമൊന്നുമില്ല. കുട്ടികളുടെ ശമ്പളം പൈസ വാങ്ങിക്കുന്നു, അതിൽ നിന്നൊക്കെ എടുക്കുന്നു, അധ്യാപകരെ കൊണ്ട് കൂടുതൽ പണി ചെയ്യിക്കുന്നു, മാനേജ്മെന്റ് പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. അത് മറ്റൊരു കാര്യം, അത് എന്തെങ്കിലും ആകട്ടെ. പക്ഷെ ഈ സമയത്ത്, ഓണസമയത്ത് എല്ലായിടങ്ങളിലും മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ആൾക്കാർ ഓണം ആഘോഷിക്കും. സ്കൂളിലായാലും കോളേജിലായാലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ തന്നെ. തൃശ്ശൂർ ജില്ലയിലെ ഈ ഒരു അൺഎയ്ഡഡ് സ്വകാര്യ സ്കൂള്, CBSE സ്കൂള്, കുട്ടികൾക്ക് ടീച്ചർ ഒരു വാട്സാപ്പ് സന്ദേശം കൊടുത്തിരിക്കുന്നത് ഇത് ഹൈന്ദവരുടേതാണ് ഓണം, അത് ഇസ്ലാം മതസ്ഥർ, ഒരു മുസ്ലിം അധീനതയിലുള്ള ഒരു സ്കൂളാണത്. കൂടുതൽ ഒരുപക്ഷെ മുസ്ലിം വിഭാഗത്തിലുള്ളവർ തന്നെ ആയിരിക്കും പഠിക്കുന്നത്. അങ്ങനെയാണ് ആയാൽ പോലും അവരെ അത്തരത്തിൽ മുദ്ര കുത്താൻ പാടില്ല. അവിടെയും മതേതര സ്വഭാവമാണ് പഠിപ്പിക്കുന്നവരും മാനേജ്മെന്റും ഒക്കെ വെച്ച് പുലർത്തേണ്ടത്. അവിടുത്തെ ഒരു ടീച്ചർ ഈ കുട്ടികൾക്ക് വാട്സാപ്പ് സന്ദേശം ഗ്രൂപ്പുകളിലൂടെ കൊടുത്തിരിക്കുന്നത്, ഓണം എന്ന് പറയുന്നത് മറ്റ് മതസ്ഥരുടേതാണ്, ഹിന്ദു മതസ്ഥരുടേതാണ്, അത് നമ്മൾ ആഘോഷിക്കേണ്ട ആവശ്യം ഇല്ല. അത് പറയുമ്പോൾ ഇത് കുട്ടികളിലേക്ക് വിഷം കുത്തിവെക്കുകയാണ്. ഈ നഞ്ച് കലക്കി കൊടുക്കുന്നതിന് തുല്യമാണ് ആ ടീച്ചർ ചെയ്തിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വേണ്ടത് ആ സ്കൂളിനെതിരെ പരാതിപ്പെടണം. CBSE സ്കൂൾ ഇതിനു മേലെ ആക്ഷൻ എടുക്കണം. അവരുടെ അഫിലിയേഷൻ തന്നെ ക്യാൻസൽ ചെയ്യണം. ഇതിപ്പോൾ മാനേജ്മെന്റ് അതിൽ നിന്ന് കൈകഴുകുകയാണ്. അതൊരു ടീച്ചറിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്, അതൊരു സ്കൂളിന്റെ ഭാഷ്യമല്ല എന്നൊക്കെ. അത് അങ്ങനെയല്ലേ അത് പറയത്തുള്ളൂ. കാരണം മാനേജ്മെന്റിന് തഴുതപ്പെടണം. അവർക്കറിയാം ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ്, ഗുരുതരമായ തെറ്റാണ്.
കാരണം അതൊരു ഒരു ഒരു കുട്ടികളിൽ ഒരു വർഗീയത കുത്തിവെക്കുകയാണ്. കുട്ടിയെ അതാണ് ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് ഞാൻ മറ്റു മതങ്ങളെല്ലാം വെറുക്കണം എന്നുള്ള രീതിയിലാണ്. സ്വന്തം മതത്തെക്കുറിച്ചും പഠിപ്പിച്ചു കൊള്ളട്ടെ, പക്ഷെ അതുപോലെ തന്നെ മറ്റു മതങ്ങളെ കുറിച്ചും. ഇനി ഓണം എന്ന് പറയുന്നത് ഇനി ഹൈന്ദവരുടേതാണെങ്കിൽ പോലും, ഓണം ഹൈന്ദവ വിഭാഗത്തിൻ്റെതൊന്നും മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയുമാണ്, എല്ലാ മലയാളികളുടേതുമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഈ ടീച്ചർ ഒരിക്കലും മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളോട് അത്തരത്തിൽ പറയാൻ പാടില്ല. അതിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ റംസാൻ ആയാലും ബക്രീദ് ആയാലും ഒക്കെ വരുമ്പോൾ അവർക്ക് അവധി കൊടുക്കാറുണ്ട്. ആ അവധി അതിൻ്റെതായ രീതിയിൽ തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ഹൈന്ദവരുടേതായ ഇത് വരുമ്പോഴും അവർക്കും അവധി കൊടുക്കുന്നുണ്ട്. ആ അവധി തരംതിരിച്ചൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ അവധി കൊടുക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ അവധി കൊടുക്കുന്നത് മുസ്ലിം വിഭാഗത്തിലുള്ളവർ അന്നേ ദിവസം സ്കൂളിൽ വരണം എന്നല്ല പറയുന്നത്. അന്നേ ദിവസം പൊതു അവധിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് നടപ്പിലാക്കിയത് ആരാന്ന് ആലോചിക്കണം. CH മുഹമ്മദ് കോയ ഒരു 10-60 ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് മുസ്ലിം ലീഗില്. CH മുഹമ്മദ് കോയ അറിഞ്ഞിരിക്കണം. മുഹമ്മദ് കോയയാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് പൊതു അവധി കൊടുത്തത്. മുഹമ്മദ് കോയയിലുള്ള ഒരു മതേതര സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മുഹമ്മദ് കോയ. ജോസഫ് മുണ്ടശ്ശേരി കഴിഞ്ഞാൽ അതിന് തുല്യമായിട്ട് അതിന് തുല്യമായിട്ട് ആ കുറച്ച് ദിവസം മുഖ്യമന്ത്രിയായിരുന്ന കുറച്ച് ദിവസം വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്ന ആ നാളുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആളാണ് CH മുഹമ്മദ് കോയ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരു രണ്ടാം മുണ്ടൻ എന്ന് പറഞ്ഞ് സ്വയം നടക്കുന്ന ഒരാളുണ്ടല്ലോ, CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് പോലും. ആ പുങ്കവൻ പോലും കണ്ടുപഠിക്കണം CH മുഹമ്മദ് കോയയുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പരിഷ്കാരങ്ങള്. അതൊരു മതേതര സ്വഭാവത്തോടു കൂടിയാണ് ചെയ്തത്. ആ സ്കൂളില്, ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ ആ സ്കൂളിലെ അധ്യാപികയ്ക്ക് പറഞ്ഞു കൊടുക്കണം ആരായിരുന്നു CH മുഹമ്മദ് കോയ എന്ന്. CH മുഹമ്മദ് കോയ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. യഥാർത്ഥത്തിൽ അധ്യാപകരാകുന്നതിന് പരിശീലനമുണ്ട്. TTC ആയാലും BEd ആയാലും MEd ഒക്കെ വരുന്നുണ്ട്. അവിടെ തന്നെ ഇതൊക്കെ പറയുന്നുണ്ട്. വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത്. മതം കൊണ്ടും അവരുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുന്നവരാണ്. ഒരിക്കൽ MT വാസുദേവൻ നായർ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു 40 കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നു എന്നാൽ അതിന്റെ അർത്ഥം 40 ചുട്ടുപൊള്ളുന്ന പ്രശ്നങ്ങളാണ് തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്. അപ്പൊ അവരെ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ അല്ലെ അധ്യാപികയുടെ കഴിവ്. അപ്പോൾ ഈ ടീച്ചർ ഈ തൃശ്ശൂർ ജില്ലയിലുള്ള ആ സ്കൂളിലേക്ക് ഈ കുട്ടികൾക്ക് ഇങ്ങനെ മെസ്സേജ് കൊടുത്തപ്പോൾ എന്താണ് ചെയ്തത്? വിഷമാണ് അവിടേക്ക് ചീറ്റിയിരിക്കുന്നത്. ആ വിഷത്തിന്റെ ചീറ്റലേറ്റത് കുട്ടികളിലേക്ക് വന്ന് കുട്ടികൾ അതവരുടെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകത്തില്ല. കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പതിയല്ലേ, അത് പിന്നീട് അത് അവരുടെ മനസ്സിൽ തന്നെ നിൽക്കും. അത് ഇന്ന മതസ്ഥരാണ്, അത് നമ്മുടെ എതിരാളികളാണ്, മഹാബലി അത് നമുക്ക് ആദരിക്കേണ്ട ആളല്ല എന്നൊക്കെയുള്ള ചിന്ത ആ അധ്യാപികയ്ക്കും ആ സ്കൂളിനെതിരെയുമാണ് നടപടി എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വിഷം ചീറ്റും.